കേരളം കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ഒരു വിഷയമാണ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ. ആൺകുട്ടിയുണ്ടാകാനുള്ള വഴി പറഞ്ഞുകൊടുത്തത് അമ്മായിയപ്പൻ, അതും വിവാഹ ദിവസം തന്നെ ഉണ്ടാക്കിയ ഒരു ഉടമ്പടിയിൽമേൽ. വിവാഹ ദിവസം തന്നെ കൈമാറിയ ഭർത്താവിനും മാതാപിതാക്കൾക്കുമെതിരെ യുവതിയുടെ നിയമപോരാട്ടം അന്ന് തുടങ്ങി. കൊല്ലം സ്വദേശിനിയായ 39-കാരിയാണ് ഹർജിക്കാരി. ഈ കേസിൽ ഹൈക്കോടതി നിലപാട് നിർണായകമാകും. 2012 കുറിപ്പാണ് കേസിന് ആധാരം. നിലവിൽ കുടുംബ കോടതിയിൽ കേസുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് ആരോപണം. ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയം വിലക്കുന്ന നിയമപ്രകാരം ഇത്തരത്തിൽ നിർദ്ദേശം നൽകുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാം. ഇതനുസരിച്ച് കുടുംബക്ഷേമ വകുപ്പിന് കീഴിലുള്ള പ്രിനേറ്റൽ ഡയഗ്നോസ്റ്റിക് ഡിവിഷൻ അഡീഷണൽ ഡയറക്ടർക്ക് പരാതി നൽകിയിരുന്നു യുവതി. എന്നാൽ നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സർക്കാരിന്റെ വിശദീകരണം തേടി. 2012 ഏപ്രിൽ 12-നായിരുന്നു വിവാഹം. ഇംഗ്ലീഷ് മാസികയിൽ വന്ന കുറിപ്പ് മലയാളത്തിലാക്കിയാണ് കൈമാറിയത്. ഈ കുറിപ്പ് ഹാജരാക്കിയിട്ടുണ്ട്. ഇത് തയ്യാറാക്കിയത് ഭർത്താവിന്റെ പിതാവാണെന്ന് തെളിയിക്കുന്ന ഫോറൻസിക് റിപ്പോർട്ടും കിട്ടി. ഇത് കേസിൽ ഏറെ നിർണായകമായി മാറും. പെൺകുട്ടിയാണ് യുവതിക്ക് ഉണ്ടായതെന്നറിഞ്ഞപ്പോഴാണ് കുടുംബ പ്രശ്നങ്ങൾ തുടങ്ങിയത്. അങ്ങനെ വിഷയം നിയമ പോരാട്ടത്തിലേക്ക് എത്തി. പെൺകുട്ടി സാമ്പത്തിക ബാധ്യതയാകുമെന്നതിനാൽ കുറിപ്പിലെ നിർദ്ദേശം കർശനമായി പാലിക്കണമെന്ന് ഭർത്താവും വീട്ടുകാരും നിർബന്ധിച്ചെന്നും ഹർജിയിൽ പറയുന്നു. ഭർത്താവും ഒന്നിച്ച് ലണ്ടനിലായിരുന്നു താമസം. ഗർഭിണിയായതിനെ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങി. 2014 പെൺകുട്ടിക്ക് ജന്മം നൽകി. പെൺകുട്ടി ജനിച്ചതോടെ ഭർത്താവിൽ നിന്നും വീട്ടുകാരിൽ നിന്നുമുള്ള ദ്രോഹം വർദ്ധിച്ചു. ഇതോടെ ഗാർഹിക പീഡനവും തുടങ്ങി. കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഹർജിക്കാരി കൊല്ലത്തെ കുടുംബ കോടതിയെ സമീപിക്കുകയും ചെയ്തു. നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ആൺകുട്ടി ഉണ്ടാകാനുള്ള വഴിയൊക്കെ മാതാപിതാക്കൾ പറഞ്ഞുകൊടുത്തിട്ടും പെൺകുട്ടി ഉണ്ടായതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളായിരുന്നു ഇത്തരത്തിൽ ഒരു കലഹത്തിലേക്ക് എത്തിച്ചത്.